ഞങ്ങൾ കൊടുക്കുന്നത് BBA ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ഏവിയേഷൻ മാനേജ്മെന്റ് തന്നെ. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ വ്യത്യാസം? അതായത് പൊതുവെ 120 ക്രെഡിറ്റ് ആണ്. അതായത് 7 × 6 42 പ്രോഗ്രാം. ഈ 42 പ്രോഗ്രാമിൽ 14 പ്രോഗ്രാം ഏവിയേഷൻ്റെ ആണ്. ബാക്കി കുട്ടികൾക്ക് പഠിക്കുന്നത് എല്ലാം BBA ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വ്യത്യാസം? ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ഞങ്ങളെ യൂണിവേഴ്സിറ്റി അതൊരു സബ്ജക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ 16 സബ്ജക്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തന്നു. ഈ 16 സബ്ജക്റ്റ് അവരെ ട്രാൻസ്ക്രിപ്റ്റിൽ വരും. അപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് പോകുന്ന കുട്ടികൾ ആഡ് ഓൺ പ്രോഗ്രാംസ് ഓഫ് ഏവിയേഷൻ അല്ല, ദേ ആർ BBA ഏവിയേഷൻ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്. പക്ഷേ ദേ ക്യാൻ വർക്ക് ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ആസ് എ BBA. ഫൈനാൻസിൽ പോവാം, മാർക്കറ്റിംഗ് പോവാം, HR പോവാം. പക്ഷേ എവിടെയാണ് പോകേണ്ടത്? പൊതുവെ ഈ കുട്ടികൾ പോകേണ്ടത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലാണ്. കാരണം അവരുടെ സ്കിൽ സെറ്റ്സ് മുഴുവനും ഏവിയേഷൻ എന്താണ്, ഏവിയേഷൻ്റെ ഇൻഡസ്ട്രി പ്രൊഫൈൽ എന്താണ്, ഇവർ ടിക്കറ്റിങ്ങോ ഇതൊന്നല്ല പഠിക്കുന്നത്. ഈ കംപ്ലീറ്റ് എയർ ട്രാഫിക് കൺട്രോൾ എങ്ങനെയാണ്, ഹൗ ഡു യു മാനേജ് ഗ്രൗണ്ട് ഫോഴ്സസ്, ഹൗ ഡു യു മാനേജ് ദി അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അതായത് ഏവിയേഷൻ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കണ്ടിട്ട് ആ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിവാണ് അതാണ് ഞങ്ങൾ സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് ഏവിയേഷൻ പ്രോഗ്രാം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോഗ്രാമാണ്, അല്ല ഒരു BBAയുടെ കൂടെ ചേർന്നിട്ട് അറ്റാച്ച്ഡ് പ്രോഗ്രാം അല്ല ഏവിയേഷൻ.